കടലാണല്ലോ, മീനുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയാലോ? പക്ഷെ കടലിന്ന് എവിടുന്നാ ഈ കോഴിയുടെ ശബ്ദം കേൾക്കുന്നേ? ഇനിയിപ്പോ മീനിന്റെ സൗണ്ട് മാറിയിട്ടുണ്ടാവോ? അയ്യോ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഇനിയിപ്പോ മീനിന് കോഴിയുടെ സൗണ്ടാണോ? അതെന്തായാലും നന്നായി. കൊക്കോ കൊക്കോ. ഞാനിപ്പോൾ ചൂണ്ട എവിടെ നിന്ന് സംഘടിപ്പിക്കും? ഒരു കൂട്ടുകാരന്മാർ പോലും കാണാനില്ല. ഒക്കെ കളിക്കാൻ പോയിട്ടുണ്ടാവും. അയ്യോ, അച്ഛനല്ലേ ആ വരുന്നത്. എൻ്റെ കഥ ഇപ്പം തീരും. ഞാൻ എങ്ങോട്ട് പോകും? കിട്ടുമോനല്ലേ ആ നിൽക്കുന്നേ? അവനിതെന്താ ഇവിടെ പണി? കിട്ടുമോനെ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അച്ഛൻ എന്നെ കണ്ടു എന്നാ തോന്നുന്നേ. ഇനി ഞാൻ എന്തു ചെയ്യും? ഓടുകയല്ലാതെ വേറൊരു വഴിയും എൻ്റെ മുന്നിൽ കാണാനില്ല. കാണാത്ത ഭാവം നടിച്ച് ഓടാം. റെഡി സ്റ്റഡി ഗോ. അവൻ എന്നെ കണ്ടിട്ട് ഓടിയില്ലേ? ഇങ്ങോട്ട് വരട്ടെ, വീട്ടിലേക്ക് വരട്ടെ. അവനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്പട കള്ള, അവൻ എന്നെക്കാളും മുന്നേ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ? എന്തായാലും സത്യം പറയോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കാം. കിട്ടുമോനെ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഹായ്, ഗുഡ് ഈവനിങ് പപ്പ. ഞാനിവിടെ ഷെൽഫൊക്കെ ഒന്ന് തുടക്കുമായിരുന്നു. കുറേ അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ടേ. എല്ലായിടത്തും എൻ്റെ കൈ എത്തണമെന്ന് വെച്ചാ എന്താ ചെയ്യാ? എടാ കള്ള, നിന്റെ സോപ്പിംഗ് ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അല്ലേ മോൻ? നീ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നേ, എന്നെ ഒന്ന് നോക്ക്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അയ്യോ, പെട്ടൂന്നാ തോന്നുന്നേ ഈ ഒരു പപ്പയുടെ കാര്യം. ഷോ, എന്താ പപ്പ? എന്താ എൻ്റെ ചക്കര പപ്പയ്ക്ക് ചോദിക്കാനുള്ളേ? ചോദിച്ചോളൂ. നീ ഇന്ന് ബീച്ചിൽ പോയിരുന്നോ? സത്യം പറ. ഞാൻ ബീച്ച് കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെയാണല്ലേ? എന്നാ ശരി, ഞാൻ കാണിച്ചു തരാം. എന്നാ ഞാനേ മോനെ പോലെ ഒരാളെ അവിടെ കണ്ടിരുന്നു. എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ചു പറയാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാർ, അതെ, ഞാൻ എൻ്റെ മകനെ പോലെ ഒരാളെ ബീച്ചിൽ കണ്ടിരുന്നു. ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ എന്നെ ഒന്ന് അറിയിക്കണേ. അയ്യോ, വേണ്ട പപ്പ, വിളിക്കണ്ട പപ്പ. ഞാൻ സത്യം പറയാം പപ്പ. അങ്ങനെ വഴിക്ക് വാ. എന്നോടാ കളി. സോറി പപ്പ, എന്നോട് ക്ഷമിക്കണേ. ഞാൻ കടലിൽ നിന്നും മീൻ പിടിക്കാമെന്ന് വിചാരിച്ച് തനിയെ പോയതായിരുന്നു. അവിടെ പപ്പേനെ കണ്ടപ്പോൾ ചുമ്മാ ഓടിയതാ. എന്തായാലും മോൻ സത്യം പറഞ്ഞല്ലോ. പപ്പയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ മോനോടൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണേ. നാം എന്ത് തെറ്റ് ചെയ്താലും നമ്മളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പപ്പയോടായാലും മമ്മയോടായാലും പാരൻസിനോട് ആ കാര്യം തുറന്നു പറയാൻ കാണിക്കുന്ന ധൈര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ എല്ലായിടത്തും വിജയിപ്പിക്കുകയുള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കളവ് പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. സോറി പപ്പ, ഞാനിനി ആവർത്തിക്കില്ല. ഓക്കെ, എന്തായാലും മോൻ്റെ തെറ്റ് മനസ്സിലായല്ലോ. നമ്മൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ആരെയെങ്കിലും വേദനിപ്പിച്ചാലും നാം സത്യം മാത്രമേ പറയാവൂ. തെറ്റ് മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും എൻ്റെ കിട്ടുമോൻ നല്ല മോനല്ലേ? തെറ്റ് മനസ്സിലായി. ഇനി ഒരിക്കലും തെറ്റാവർത്തിക്കാതെ നല്ല കുട്ടിയായി ജീവിക്കണം. ഓക്കെ പപ്പ. എന്നാ നമുക്ക് ഉറങ്ങാൻ പോയാലോ? ശരി പപ്പ. പപ്പ ഇന്ന് എൻ്റെ അടുത്ത് കിടക്കുമോ? പിന്നെന്താ, ഞാൻ മോൻ്റെ അടുത്തല്ലാതെ ആരുടെ അടുത്താ കിടക്കുക? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പപ്പ.